ഞാൻ BJPയുടെ അട്ടപ്പാടി മണ്ഡലം ജനറൽ സെക്രട്ടറി സിബിയാണ്. നമുക്കറിയാം പ്രിയമുള്ളവരെ, ഇവിടെ ഇപ്പോൾ തിരുക്കര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പിന്നോക്കം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് നമ്മുടെ പഞ്ചായത്തുകളുടെ ഭരണം വളരെയധികം ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന രീതിയിലുള്ള, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും ഒരു മുൻഗണനയും നൽകാതെ ഭൂമാഫിയകൾക്കൊപ്പം സഞ്ചരിക്കുകയും അതുപോലെ തന്നെ ഗുണ്ടകളെ പോലെ തട്ടിക്കളയുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് നമുക്ക് പറഞ്ഞത്. ഇതിനെല്ലാം മാറ്റം വരുത്തേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഇവിടുത്തെ അട്ടപ്പാടി ചിന്നത്തടാകം റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഒരു രോഗിയുമായിട്ട് നമ്മൾ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ പാലക്കാട് മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു ദുരവസ്ഥ വളരെ കഷ്ടതയോടുകൂടിയാണ് എല്ലാവരും നമ്മളോട് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായ ഒരു പോരാട്ടമാണ്. അഗളി പഞ്ചായത്തിലും പുതൂർ പഞ്ചായത്തിലും ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും അധികാരം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഗളി പഞ്ചായത്തിലെ 21 വാർഡുകളിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവ സ്ഥാനാർത്ഥികൾ വളരെ മികച്ച മിന്നും പ്രകടനമാണ് നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിർണായക ശക്തിയായി BJP മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോളിയ പഞ്ചായത്തിൽ നമ്മുടെ ശക്തമായ ഒരു തിരിച്ചുവരവ് സോളിയ പഞ്ചായത്തിലും ഉണ്ടാകും. വളരെയധികം ആത്മവിശ്വാസത്തിലാണ് നമ്മുടെ ഈ പാർട്ടി. ഇവിടുത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ കക്ഷി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാർ ജനങ്ങളിൽ എത്തിക്കുന്നതിന് എന്നും പ്രതിജ്ഞാബദ്ധമായിട്ട് ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന പാർട്ടി പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട് വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഒരു ഭരണമാറ്റം, ഒരു മാറ്റം ആഗ്രഹിക്കാത്ത LDF-കാരൻ പോലും ഇല്ല എന്നുള്ളതാണ് ഈ ശരിക്കും പറഞ്ഞ അട്ടപ്പാടിയുടെ ചരിത്രത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു വികസന പ്രവർത്തനവും ചെയ്യാതെ, ഒന്നും ചെയ്യാതെ ഞങ്ങളെല്ലാം ചെയ്തു എന്ന് അവകാശപ്പെടുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരവസരം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരവസരം നൽകുക. അതുകൊണ്ട് തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം. നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾക്കൊരവസരം തന്നുവിട്ടു, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ അവസാന നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അട്ടപ്പാടി മണ്ഡലം കമ്മിറ്റി, ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്, ഒരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ, വികസനം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും ഒരു വേറിട്ട മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് ഇവിടുത്തെ ത്രിതല പഞ്ചായത്തുകളുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും, കേന്ദ്ര ഫണ്ടുകൾ നിരവധിയായിട്ട് ഇവിടെ കൊണ്ടുവരാൻ കഴിയും. അട്ടപ്പാടിയുടെ റോഡിന്റെ വികസനവും അതോടൊപ്പം ബദൽ റോഡ് ഞങ്ങളുടെ ഒരു പരിഗണനയുണ്ട്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ തവണ നമ്മുടെ ജോർജ് കുര്യൻ സാറ് കോട്ടത്തറയിൽ വന്നപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായിട്ട് ഒരു സംവിധാനമാണ്. അപ്പോൾ അവിടൊരു കാലിത്തീറ്റ ഫാക്ടറി കോട്ടത്തറയിൽ ഞങ്ങൾ പ്രപ്പോസൽ ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ആവശ്യമായ ഫണ്ടുകൾ, സ്കീമുകൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അധികാരം ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നു, തീർച്ചയായും ഈ പാർട്ടിയുടെ പ്രതിനിധികളും ഇവിടുത്തെ ജനപ്രതിനിധികളും ഒന്നായി പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കന്മാരെ ഡൽഹിയിൽ പോയി കണ്ടുകൊണ്ട് അട്ടപ്പാടിക്ക് പ്രത്യേകമായ ഒരു പാക്കേജ് ഞങ്ങൾ കൊണ്ടുവരും. അത് നിങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുകയാണ്, ഈ പദ്ധതികളെല്ലാം അട്ടപ്പാടിയിൽ നടപ്പാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരം നൽകൂ, ഒരവസരം നൽകൂ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.